പിന്നെ കടിക്കാൻ ഒരാൾ വേണല്ലോ അല്ലെ, ആവശ്യമില്ലാണ്ട് കയറി കഴിഞ്ഞാൽ കടിക്കാൻ ഒരാൾ വേണല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഡോഗിനെ വളർത്തേണ്ടത് പോലെ വളർത്തിയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അഡൽട്ട് ആയിട്ടുള്ള റോഡ് വെയിലറിനെ നമ്മൾ ഒരു ദിവസം എത്ര നേരം ഫുഡ് കൊടുക്കുന്നുണ്ട്? 2 നേരമാണ് കൊടുക്കണേ. ചിലവരൊക്കെ 1 നേരം കൊടുക്കണവരുണ്ട്. 1 നേരം കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി കൊടുത്താലും മതി. ഞാൻ പക്ഷേ 2 നേരം കൊടുക്കണേ. ഓക്കെ, 2 നേരം നമ്മൾ എന്താ കൊടുക്കുന്നത്? ചിക്കനും 1 നേരം ചിക്കൻ റൈസാണ്, 1 നേരം ഡ്രൈ ഫുഡും ചിക്കനും അങ്ങനെയാണ് കൊടുക്കുന്നത്. കൂടുതൽ ചിക്കനാണ് കൂടുതൽ. ഈ വേനൽക്കാലൊക്കെ അയക്കുമ്പോൾ ചിക്കൻ ചെറു കുറയ്ക്കും, വെജിറ്റബിൾസ് കുറച്ച് കൂട്ടും. അതുപോലെ ഈ ഡോഗിന്റെ ഈ കോട്ടിന്റെ ഒരു ഷൈനിങ് ഉണ്ടല്ലോ, ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള കോട്ട്, നല്ല ഷൈനിങ് ഉള്ള കോട്ട്, ഇത് കിട്ടാനായിട്ട് അതിന് നമ്മള് വെളിച്ചെണ്ണ ഇല്ലേ, വെളിച്ചെണ്ണ ഡെയിലി ഒരു 10 ml വീതം ഡെയിലി കൊടുക്കും. ഇതൊക്കെ ഞാൻ ചോദിക്കണത് എന്തിനറിയോ, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞാൽ ഇതൊക്കെ കൊടുക്കേണ്ട എങ്ങനെയാന്നുള്ളത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഡൗട്ട് ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അത് ഇങ്ങനെ കുറെ പരിപാടികളുണ്ട്. അപ്പൊ അതൊക്കെ മൂപ്പര് പറഞ്ഞുതരും. പപ്പിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നന്നായിട്ട് റൈസ് ചെയ്യുന്ന പുള്ളി പറഞ്ഞുതരും. പിന്നെ കോട്ട് നല്ല ഗ്ലൈസിംഗ് ഉള്ള നല്ല കോട്ട് കിട്ടണം. അത് ജെനറ്റിക്സും കൂടിയാണ്, അത് വലിയൊരു ഘടകം തന്നെയാണ്. അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് എൻഹാൻസ് ചെയ്ത് എടുക്കാനേ പറ്റുള്ളൂ. അതിനുള്ള വഴികള് പുള്ളി പറഞ്ഞു കൊടുക്കണേ. പിന്നെ അതൊക്കെ ഉണ്ടാവും. പപ്പിനെ കൊണ്ടുപോയി നന്നായിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. പണ്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മള് വിളിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 12 മണിക്ക് കുഴപ്പമൊന്നുമില്ല, സമാധാനം ഉണ്ടാവില്ല. പിന്നെ എന്റെ കുറ്റം പറയല്ലേ, 12 മണി കഴിഞ്ഞിട്ട് വിളിക്കാണ്ടിരുന്ന രാത്രി 10 മണിക്ക് ശേഷം വിളിക്കാതിരിക്കാം. എന്തിനാണെങ്കിലും അങ്ങനെ പറയണ്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇല്ല, അത് പ്രശ്നമില്ല. ഇതിന് സംബന്ധമായ കാര്യങ്ങളല്ല, നമുക്കറിയാവുന്ന കാര്യം പറഞ്ഞു കൊടുക്കണേ. നമ്മൾ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചത്. അപ്പൊ നമ്മൾക്ക് അറിയാൻ പാടില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കും. എന്നെ വിളിക്കാറുണ്ടായില്ലെങ്കിലും ഒന്നും അറിയാൻ പാടില്ലാത്ത ചില ടീമുകള് ഈ പെറ്റ് ഷോപ്പിൽ നിന്നൊക്കെ പപ്പീനെ എടുക്കും, പിന്നെ അവർ വിളിച്ചെടുക്കൂല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ വിളിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇപ്പൊ കണ്ടില്ല ഞാൻ പൊന്തിയപ്പോൾ പൊന്തി. അതെന്തുകൊണ്ടറിയോ, ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. അതൊക്കെ കമാൻഡ് പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡോഗ്സ് നമ്മൾ സ്ഥിരമായിട്ട് കൂടെ നിൽക്കുന്ന സമയത്ത് മനസ്സിലാക്കി എടുക്കുന്ന കാര്യമാണ്. ഇപ്പോൾ റോട്ട് വെയിലർ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ളൊരു അത്യാവശ്യം ഇന്റലിജൻസ് ഉള്ളൊരു ബ്രീഡ് തന്നെയാണ്. നമ്മൾ വൃത്തിയായിട്ട് വളർത്തണം എന്ന് മാത്രം. കാരണം ഇവർക്കൊരു ഇൻഡിപെൻഡന്റ് ക്യാരക്ടർ ഉണ്ട്. സ്വന്തമായി ചിന്തിച്ച് തീരുമാനം എടുക്കാനുള്ള ഒരു സ്വഭാവം ഇവർ കൂടുതൽ കാണിക്കും. ആ സമയത്ത് എങ്ങനെ തീരുമാനം എടുക്കണം നമ്മൾ മുമ്പേ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള തീരുമാനം അവർ എടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് കാര്യം. നമ്മളായിരിക്കണം യജമാനന്റെ, അതെ, മാസ്റ്റർ നമ്മളായിരിക്കണം. ഇവര് ശരിക്കും ഇവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. നമ്മളെ മേലെ കാണൂലോ, നമ്മളെ കൂട്ടത്തിൽ ഒരാളായിട്ടാണ് മേലെ പൊന്താൻ ഒരു ശ്രമിക്കും. അപ്പൊ നമ്മളായിരിക്കും എപ്പോഴും മേലെ നിൽക്കേണ്ടത്. കമാൻഡിലും സൗണ്ടിലും ഒക്കെ ആയിട്ട് സൗണ്ടൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അവര് ഇപ്പൊ തന്നെ 2 ഡോഗ്സ് തന്നെ കടി കൊടുമ്പോ തന്നെ ആ സൗണ്ട് വ്യത്യാസം വന്ന ആളായിരിക്കും അതിനകത്ത് മാസ്റ്റർ. അതേമാതിരി തന്നെ നമ്മള് കമാൻഡ് കൊടുക്കുമ്പോൾ ഇച്ചിരി സൗണ്ട് കയറ്റി കൊടുക്കാം, ആൾക്ക് മനസ്സിലാവും ഞാൻ അനുസരിക്കേണ്ട ആളാണ്, എന്റെ താഴെയാണ്, അങ്ങനെ താഴെയാണ് ഞാൻ നിൽക്കണേ. അപ്പൊ അങ്ങനെ കൺട്രോൾ ആയിക്കോളൂ. അപ്പൊ ഇതൊക്കെ സെറ്റ് ചെയ്ത് വളർത്താവുന്നേ ഉള്ളൂ റോട്ട് വെയിലർ. പക്ഷേ ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ എനിക്ക് വായ കേട്ടാൽ പോലും എന്നെ കടിക്കില്ല. ആ സംശയം യാതൊരു സംശയമില്ല, കേട്ടോ. വായ കേട്ടാൽ പോലും അങ്ങനെ കടിക്കാനുള്ള താല്പര്യമില്ല, അവൾ കൈ മാറ്റുള്ളൂ. അനാവശ്യമായിട്ട് അങ്ങനെ കടിക്കില്ല, ആവശ്യമില്ല. അപ്പൊ അങ്ങനെ വളർത്തിക്കുന്ന റോട്ട് വെയിലേഴ്സ് ആണ്. സോ റോട്ട് വെയിലർ നിങ്ങൾ വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ നിങ്ങളെ കടിക്കും പിടിക്കും എന്നുള്ള പേടിയും നിങ്ങൾക്ക് വേണ്ട, ധൈര്യത്തിൽ കൊണ്ടുപോകാം. നല്ലൊരു ഗാർഡിങ് പർപ്പസിന് പറ്റിയൊരു ബ്രീഡാണ്. നല്ല സൈസുള്ള ആളുകൾ കണ്ടാൽ പേടിക്കുകയും ചെയ്യും, നിങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും. ഓക്കെ, ഫീമെയിൽ ഡോഗ്സ് കൊണ്ടു കഴിഞ്ഞാൽ സ്നേഹം കൂടുതലായിരിക്കും. ഗാർഡിങ് പർപ്പസ് ആണെങ്കിൽ നിങ്ങൾ മെയിൽ ഡോഗ്സിനെ കൊണ്ടുപോകാം, അല്ലേ? കറക്റ്റ് അല്ലേ പറഞ്ഞത്? കറക്റ്റ് ആണ്. അപ്പൊ ഇതാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി പപ്പീസ് കുറച്ചും കൂടി ഉണ്ട്, കാണിച്ചു തരാം. ഇതാണ് സാബുവേട്ടന്റെ സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പൊ പപ്പീസിനെ ഇങ്ങനെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഫുഡ് കൊടുത്തിട്ടാണ്. എന്താണ് സീക്രട്ട് റെസിപ്പി? എന്താണ്? ചിക്കൻ ആണ് കൂടുതൽ, പിന്നെ RC ഉണ്ട്, ഡ്രൈ ഫുഡും ചിക്കനും മിക്സ് ചെയ്തിട്ടാണ്, വേറെ ഒന്നുമില്ല. പിന്നെ മൾട്ടിവൈറ്റമിൻ നമ്മൾ അറിയാത്ത എന്തോ സാധനം ഇല്ല, സാധാരണ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ മൾട്ടിവൈറ്റമിൻ ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് മൾട്ടിവൈറ്റമിൻ എത്ര നേരം കൊടുക്കുമായിരിക്കും? 2 നേരം കൊടുക്കും. അപ്പം ഫുഡ് നമ്മൾ എത്ര നേരം കൊടുക്കും? ഫുഡ് ഇപ്പൊ 4 നേരം കൊടുക്കും. ഓക്കെ, 4 നേരം കൊടുക്കും. ഓക്കെ, ഇത് എത്ര ദിവസം വരെ കണ്ടിന്യൂ ആണ്? 4 നേരം എന്നുള്ള 4 നേരം ഇനി ഒരു 3 മാസം, ഒരു 4 മാസം ആവുന്ന നേരം 4 നേരം കൊടുക്കുക. 4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ 3 നേരം ആക്കുക. അത് എത്ര മാസം വരെ അങ്ങനെ ആക്കണം? അങ്ങനെ ഒരു 5-6 മാസം അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. 6 മാസം 7 മാസം വരെ. അപ്പൊ 3 തവണ അവർ കഴിക്കാണ്ടാവും, അവർക്ക് വേണ്ടാണ്ടാവും, നമ്മൾ 2 തവണ ആക്കാം. വലുതായി വരുന്നതിനനുസരിച്ച് ഫുഡിനോടുള്ള ഒരു താല്പര്യം കുറഞ്ഞു വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യാം. അങ്ങനെ കറക്റ്റ് ഒരു ഏകദേശം ഡ്യൂറേഷൻ ഒന്നും ഇല്ല. ഏകദേശം വെച്ച് ചെയ്യാം. അവർ കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് അറിയാം, തികഞ്ഞല്ലെങ്കിൽ പിന്നെ കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് കഴിക്കുന്നുണ്ട്. എല്ലാവരും മാറി ഓടിക്കളിച്ച് ഇടയിലൊക്കെ വന്ന് കഴിച്ചിട്ട് പോവാ, വീണ്ടും വരിക, കഴിക്കുക, ഇതൊക്കെയാണ് പരിപാടി. ഓരോ പപ്പിനെയും നിങ്ങൾ എല്ലാ പപ്പിനെയും നോക്കി വെച്ചോട്ടോ. ഓരോരോ പപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, കുറെ ആൾക്കാർക്ക് നല്ല സൈസ് വരണം, കുറെ ആൾക്കാർക്ക് നല്ല ഹെഡ് സൈസ് വേണം, കുറെ ആൾക്കാർക്ക് എന്താ പറയുക കുറച്ച് കോമ്പാക്ട് സൈസുള്ള പപ്പീസ് ആയിരിക്കണം. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ പപ്പീസിനും ഓരോ റിബൺ കെട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പപ്പീസിന് നിങ്ങൾ കളർ വെച്ച് നോക്കി വെച്ചോ കേട്ടോ. എല്ലാവരും പോയി വർത്താനം പറയുന്നതുകൊണ്ട് പോയതാണോ? ചൂടിന്റെ അല്ലേ? ചൂടിന്റെയാണ് കൂടുതൽ. ചൂടാണ് മെയിൻ പ്രശ്നം അല്ലേ?
ചൂടങ്ങടെ ആയി വന്നല്ലേ ഉള്ളൂ. വന്ന് കഴിക്കുന്നുണ്ട് ഓരോരുത്തരും. ഈ റോഡ് വൈലറിന് വലുതായി വരുന്ന സമയത്താണല്ലേ ഫുഡ് ഡ്രൈവ് ഇങ്ങനെ കയറി വരിക? അത് കുറച്ചും കൂടി കുറച്ച് ആയി വരുന്ന സമയത്ത് ഇപ്പൊ തന്നെ 2-3 നാൾ കൂടി കഴിക്കുമ്പോ ചില സമയത്തുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കടിപിടിയൊക്കെ ഉണ്ട്, ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. ഉണ്ടോ? ഇത്രയും പപ്പീസ് കഴിച്ചിട്ടുണ്ട്, ഇത്രയും ബാക്കിയുള്ളൂ. ഇത് പക്ഷേ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിച്ച് പോകും. അപ്പോൾ ഇതാണ് ഫുഡിന്റെ കേസ് എന്ന് പറയുന്നത്. ഇവർ ഡ്രൈ ഫുഡും അതുപോലെ തന്നെ ചിക്കനും പപ്പീസ് കഴിക്കുന്നുണ്ട് കേട്ടോ. ഡ്രൈ ഫുഡും അതുപോലെ തന്നെ ചിക്കനും പിന്നെ കുറച്ച് മൾട്ടിവൈറ്റമിനും മിക്സ് ചെയ്ത് അങ്ങനെ കൊടുക്കുകയാണ്. വേറെ സംഭവങ്ങളൊന്നുമില്ല, വലിയ കാര്യമായ സീക്രട്ടുകളൊന്നുമില്ല. നിങ്ങൾ കൊണ്ടുവന്ന സമയത്ത് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. പപ്പീനെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുക. രാവിലെയും വൈകുന്നേരം കുറച്ച് നേരം പപ്പീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്താൽ മതി. എന്നാൽ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റാവും. അപ്പോൾ ഇതുണ്ടോ, ഇതേപോലെ നല്ല കിടിലൻ തക്കിടുമുണ്ടൻ പപ്പീസ്. ഓക്കെ, റോഡ് വൈലർ പപ്പീസ് ഇത്രയും സൈസ് ആക്കിയിട്ട് കിഡിലാക്കിയിട്ട് നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഒരു പക്ഷേ എവിടെ നിന്നും കിട്ടത്തില്ല. കാരണം പുള്ളിക്കാരൻ ആ ഒരു സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്ത്, സീക്രട്ട് എന്നല്ല, നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെ അതാണ് അതിന്റെ മെയിൻ സീക്രട്ട് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അടിപൊളി പപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റോഡ് വൈലർ പപ്പീസ് ആയിരിക്കും, അത് ഗ്യാരണ്ടിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് നിങ്ങൾ റോഡ് വൈലർ പപ്പീസിനെയൊക്കെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്യാമറയിലൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരുന്നതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം വെയിറ്റ് എന്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ പപ്പീസിൻ്റെ എന്താ പറയുക, പപ്പീസിൻ്റെ സൈസും പപ്പീസിനെ നന്നായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ടാവും. പപ്പീസ് നന്നായിട്ട് ഫീഡ് ചെയ്ത് പ്രോപ്പറായിട്ട് ഫീഡ് ചെയ്തിട്ട് അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ പപ്പീസിന് വന്നിട്ടുണ്ടാവും. അതൊക്കെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വരണം. ഡയറക്റ്റ് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പപ്പീനെ ഇഷ്ടപ്പെടും. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഇതെന്ന് പറയുന്നത്. അപ്പോൾ അപ്പോൾ ഇതാണ് വിശേഷം. അപ്പോൾ മൊത്തത്തിൽ എത്ര പപ്പി ഉണ്ട്? നമുക്ക് 12 പപ്പി ഉണ്ട് നിലവിൽ. ഓക്കെ, 12 പപ്പിയിൽ എത്ര മെയിൽ പപ്പി? 8 മെയിലാണ്, 8 മെയില് 4 ഫീമെയിലാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അപ്പോൾ റോഡ് വൈലർ നിങ്ങൾ വീട്ടിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊതുവേ ഉള്ള ഒരു സംശയമാണ്, റോഡ് വൈലർ ഓണറിനെ കടിക്കും, റോഡ് വൈലർ നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റത്തില്ല, പ്രായമുള്ള ആൾക്കാർക്ക് ഒട്ടും നിൽക്കത്തില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പൊതുവെ പറയുന്നതാണ്. അപ്പോൾ സാബുചേട്ടൻ്റെ വീട്ടിൽ സാബുചേട്ടൻ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിലെ വൈഫും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നോക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു റോഡ് വൈലർ വീട്ടിൽ വളർത്തിയിട്ടുള്ള ശീലമുള്ള ആളാണ്. അത് 5 റോഡ് വൈലേഴ്സ് ഉണ്ട് ഇപ്പോൾ അല്ലേ? മൊത്തം 5 അഡൽട്ട് ഉണ്ട്. അഡൽട്ട് 5 ഉണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങാലോ. അപ്പോൾ റോഡ് വൈലർ നമുക്ക് എന്ത് പർപ്പസിനൊക്കെ നമുക്ക് കൊണ്ടുപോയി യൂസ് ചെയ്യാൻ പറ്റും? മെയിനായിട്ട് നിങ്ങളൊരു അഭിപ്രായം എന്താ? ഗാർഡിങ്ങിനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ആള് വെറുതെ ഒരെണ്ണം ഉണ്ടായിരുന്നാ മതി, മനുഷ്യനകത്തേക്ക് കയറില്ല. കണ്ട് പേടിച്ചിട്ടാണെങ്കിലും കാഴ്ച തന്നെ പേടിയാവൂല. പക്ഷെ പഴയ അഗ്രഷൻ ഒന്നും ഇല്ല ഇപ്പൊ റോഡ് വൈലർ. പഴയ ജർമ്മൻ ടൈപ്പ് ഒക്കെ വരുമ്പോ ഭയങ്കര അഗ്രഷൻ ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഭയങ്കര ഡ്രൈവ് ആക്കി ബൈറ്റ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള നിർത്താം. അപ്പൊ കുറച്ച് കടിയും പിടിയൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഇവന്മാരൊന്നും അത്ര ടെമ്പർ ഒന്നും ഇല്ല നിലവിൽ. അപ്പൊ ഷോ ക്വാളിറ്റിയും ഒക്കെ ആയിരുന്നു, അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ല. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് കൂടി ഉണ്ട് കേട്ടോ. ആ പണ്ട് കാലത്ത് ആളുകളുടെ ഡോഗിനോടുള്ള മാനസികാവസ്ഥ ഇപ്പോഴത്തെ ഒരു ചിന്താഗതി ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. പണ്ട് റോഡ് വൈലർ കടിക്കാനും കാവലിനുമാണ്. കൂട്ടിനുള്ളിൽ മാത്രമാണ് ഡോഗ് കിടക്കേണ്ടത്. അപ്പൊ കൂട്ടിനുള്ളിൽ മാത്രം കിടക്കുന്ന ഡോഗിന് എപ്പോഴും അഗ്രഷൻ ഉണ്ടാവും. ഇപ്പൊ എന്ന് പറഞ്ഞ ആളുകൾക്ക് നമ്മുടെ വീട്ടിൽ ഫാമിലി മെമ്പറെ പോലെയും കൂടി ആയി. ഇപ്പൊ ഇടയ്ക്ക് കൂടെ നടത്താനും പുറത്തേക്ക് ഇറക്കാനും നടത്താൻ കൊണ്ടുപോകാനൊക്കെ തുടങ്ങി. അപ്പൊ ഡോഗിന്റെ സ്വഭാവം അനുസരിച്ച് മാറിയിട്ടുണ്ട് അല്ലെ? ആളുകളെ കാണുന്ന റോഡ് വൈലറിന് ആളുകൾ വലിയ പ്രശ്നക്കാരല്ല എന്നുള്ളത് മനസ്സിലാകാൻ തുടങ്ങി. കാണുന്ന ആൾക്കാരെല്ലാം പോയി കടിക്കൂല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടി. ഇവനെന്തെങ്കിലും നോക്കുന്നുണ്ടോ? ഇവരെന്താ പറയണേ? എന്നെ കുറെ നേരം കൈ വെച്ചിട്ട് ഇവനാണ് ഏറ്റവും പീക്കിൽ കേട്ടോ. ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതും ഇപ്പൊ ഏറ്റവും കൂട്ടത്തിൽ പീക്കിലായി നിൽക്കുന്നത് ഇവനാണ്. ഇവന്റെ ഇത് നോക്കിക്കോ, റെഡ് കളർ ഇവന് റിബൺ കെട്ടി വെച്ചിട്ടുണ്ട്. ഓരോ പപ്പിക്കും ഓരോ കളർ റിബൺ കെട്ടിയിട്ടുണ്ട്. അപ്പം ഹെഡ് സൈസ് താല്പര്യമുള്ള ആൾക്കാർക്ക് ഓരോ ടൈപ്പ് ഉണ്ടാവും. അതേപോലെ തന്നെ എന്താ പറയുക, നല്ല ബോഡി സൈസ് വേണ്ട ആൾക്കാർക്ക് വേറെ ടൈപ്പ് ഉണ്ടാവും. അത്യാവശ്യം കോമ്പാക്ട് സൈസ് മതിയും താല്പര്യമുള്ള ആൾക്കാർക്ക് അത് മതി. അങ്ങനെ ഓരോ ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ പപ്പീനെ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ചുള്ള പപ്പീനെ നിങ്ങൾ നോക്കി വെച്ചോട്ടോ. ഓക്കെ, ഇവൻ മെയിൽ പപ്പിയാ? അത് മെയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയം ഇതാണ്. റോഡ് വൈലറിന് നമ്മൾ വളർത്തുന്ന സമയത്ത് അത്യാവശ്യം പുറത്തേക്ക് നടത്താൻ കൊണ്ടുപോകണം, ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം. പുതിയ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ആൾക്കൊരു സംശയമാണ്, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അതാണ് മെയിൻ. ക്യാമറ കൊണ്ട് നേരെ വന്ന് ഗിംബലും കൊണ്ട് അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചാർജ് ചെയ്യും അല്ലേ? അപ്പൊ ഗിംബല് അടിക്കാൻ കൊണ്ടിരുന്നല്ല, ഇതൊരു സാധാരണ ഗിംബല് മാത്രമാണ്. ക്യാമറ സാധനങ്ങൾ അങ്ങനെ പുതിയ നിങ്ങളതിൽ എന്തുള്ള സാധനമാണെങ്കിലും എന്താണെങ്കിലും ആദ്യം സമാധാനത്തിൽ നിന്ന് പരിചയപ്പെടുത്താം. ഇത് ഓരോ ഉപദ്രവിക്കൂല, ഒരു മേലെ വേനാക്കൂല എന്നുള്ളത് അത് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഓരോ പ്രശ്നക്കാരല്ല. അപ്പൊ റോഡ് വൈലറിനെ അങ്ങനെ വളർത്താം. പിന്നെ രണ്ടാമത് കോമ്പൗണ്ട് പ്രൊട്ടക്ഷൻ അല്ലെ? നമ്മളെ ഏരിയയിൽ നിന്ന് അനാവശ്യമായിട്ട് വെറുതെ പുറത്തേക്ക് വിടാതിരിക്കുക അല്ലെ? പിന്നെ ആവശ്യമില്ലാതെ പുറത്തും വിടരുത്. നമ്മൾ കുട്ടികളെ വളർത്തുന്ന സമയത്ത് ഓവർ കൊഞ്ചിക്കാനും പാടില്ല, ഓവർ അടിച്ചു വളർത്താനും പാടില്ല. എന്ന് പറഞ്ഞാൽ മിതത്തിൽ അല്ലെ, നല്ല രീതിയിൽ വളർത്താം. അപ്പം എന്താ വെച്ചാൽ നമ്മളെ കോമ്പൗണ്ടിൽ മാത്രം വളർന്നിട്ടുള്ള ഒരു ഡോഗ്, നമ്മളെ കൂടെ മാത്രം പുറത്തേക്ക് വന്നിട്ടുള്ള ഒരു ഡോഗ് നമ്മളെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് അനാവശ്യമായിട്ട് ഒരാൾ കയറി കഴിഞ്ഞാൽ കടിക്കാനുള്ള ടെൻഡൻസി അവർ കാണിക്കും. അപ്പം എന്താ വെച്ചാൽ പെർമിഷൻ ഇല്ലാണ്ട് ഒരാൾ കയറി കഴിഞ്ഞാൽ കടിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. കാരണം അതിനാണ് നമ്മൾ വേലിയൊക്കെ കെട്ടി മതിലൊക്കെ കെട്ടി അല്ലേ വളർത്തണം. അപ്പൊ അങ്ങനെ നിങ്ങൾ ട്രെയിൻ ചെയ്ത് വളർത്തി കഴിഞ്ഞാൽ റോഡ് വൈലർ ഒരു പ്രശ്നമില്ല അല്ലെ? റോഡ് വൈലറിന്റെ സമയത്ത് നമ്മുടെ വീട്ടുകാർക്ക് ഉണ്ടാകുന്ന ഒരു മെയിൻ ബെനിഫിറ്റ് എന്തൊക്കെയാ? പുറത്തുനിന്ന് ആരും അനുവാദം കൂടാതെ നമ്മുടെ ഇങ്ങോട്ട് കയറില്ല. ഗേറ്റിൽ ഒരു ബോർഡ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ നിൽക്കുള്ളൂ, അവര് അവിടെ നിന്ന് വിളിക്കുള്ളൂ. അങ്ങനെ ആരെങ്കിലും കടിച്ചിട്ടുള്ള ശീലം ഉണ്ടോ വിത്തൗട്ട് പെർമിഷൻ കയറിയിട്ട്?